ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഓഫീസിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് അവലും മുട്ടയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 125 ml കപ്പിന് 1 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തേക്കണം, കുതിരാൻ വേണ്ടിയാണ്. ഇനി അതിനടുത്തതായിട്ട് എടുത്തേക്കണം ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എടുത്തേക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടാനുസരണം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, മല്ലിയില എൻ്റെ കൈവശമില്ല. അടുത്തായിട്ട് വേറെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മുട്ടയാണ് വേണ്ടത്. നമുക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നനച്ചെടുക്കണം. നമ്മൾ ഈ മുട്ടയുടെ അടിച്ചെടുത്തേക്കണ അവലിൻ്റെ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ തയ്യാറാക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. എൻ്റെ ഉപ്പ് ഞാൻ കറക്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തതൊക്കെ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഒരു വടയുടെ ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഞാനൊരു വടയുടെ ഷേപ്പിലാക്കി കൊടുത്തേക്കണം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയോ അതേപോലെ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പതുക്കെയാണ് ഇത് റെഡി ആവുകയുള്ളൂ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുള്ളൂ. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി, കരിഞ്ഞൊന്നും പോകത്തില്ല. റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ 5 കിട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ ചെറിയൊരളവിലാണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത്, രാത്രിയിലായതുകൊണ്ട്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ തയ്യാറാക്കിക്കോ. നല്ലൊരു ടേസ്റ്റിങ്ങാണ് ചായയുടെ കൂടെ കഴിക്കാൻ. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ചൂടുണ്ട്, കണ്ടോ, ഉൾവശമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മളിട്ട് കൊടുത്തേക്കണ പച്ചമുളകും അതേപോലെ സവോളയൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. വൈകുന്നേരം കൂടെ ചായയുടെ കൂടെ ഇത് നല്ലൊരു അടിപൊളി തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ, അവർക്ക് തീർച്ചയായും കഴിക്കും. ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.